കേരള സർക്കാർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ബ്ലോക്ക് തല കാർഷിക മേള അരൂർ എം.എൽ.എ. ദലീമ ജോർജ് ഉദ്ഘാടനം ചെയ്തു. തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന മേളയുടെയും പ്രദർശന സ്റ്റാളുകളുടെയും ഉദ്ഘാടനം അരൂർ എം.എൽ.എ. ദലീമ ജോർജ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി.ആർ. രജിത അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് വിവേകാനന്ദ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജി.വി. റജി നന്ദിയും പറഞ്ഞു. ആലപ്പുഴ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജായിപ്പൻ പദ്ധതി വിശദീകരണം നടത്തി. സഞ്ചരിക്കുന്ന സൗജന്യ മണ്ണ് പരിശോധനയുടെ ഉദ്ഘാടനം ആലപ്പുഴ ആത്മ പ്രൊജക്ട് ഡയറക്ടർ അനിത ജെയിംസ് നിർവഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ദീപ സജീവ് മുഖ്യപ്രഭാഷണം നടത്തി. പച്ചക്കറി തൈ ഉൽപാദന ഉപാധികൾ വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയശ്രീ ബിജുവും ജില്ലാ പഞ്ചായത്ത് അംഗം ബിനിത പ്രമോദും ചേർന്ന് നിർവഹിച്ചു. പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാഗിണി രമണൻ, പെരുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി. ആശ, അരൂക്കുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് വെള്ളെടുത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി.പി. വിനോദ് കുമാർ, എം.കെ. അനിസ്, കെ.എം. ദീപേഷ്, ഉദയമ്മ ഷാജി, അനിമോൾ, സ്മിത ദേവാനന്ദൻ, ശോഭന ടീച്ചർ എന്നിവർ സംസാരിച്ചു. റിട്ടയർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജുമോൻ ഓണക്കാല പച്ചക്കറി കൃഷിയും പുഷ്പകൃഷിയും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. പഞ്ചായത്തുകളിൽ നിന്ന് എത്തുന്ന കൃഷിക്കൂട്ടങ്ങളുടെയും FIG-കളുടെയും കുടുംബശ്രീകളുടെയും പ്രദർശന സ്റ്റാളുകൾ, സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ലാബ്, കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനം, വിള ഇൻഷുറൻസ് എന്നിവ മേളയിലുണ്ടായിരുന്നു. മനുഷ്യരുമില്ല. ആ മനുഷ്യരെ നിലനിർത്തുന്നതാണ് ഏറ്റവും മഹത്വമുള്ള മനുഷ്യർ എന്നുള്ളത്. അതായത് യഥാർത്ഥ മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്ന കൃഷിക്കാര് എന്നുള്ളത്. അതിൽ എന്നും ഹൃദയത്തില് എന്താ പറയാ, എന്നും നന്ദിയും അവരോട് കടപ്പാടോടുകൂടെ ചിന്തിക്കുന്നവരാണ് എന്നെ പോലെയുള്ള ജനപ്രതിനിധികളോടുകൂടെ. ഇന്ന് നമ്മുടെ ഭൂമി സർവം സഹ എന്നുള്ളതാണ് ഭൂമിയുടെ നാമധേയം കൊടുത്തിരിക്കുന്നത്. കാരണം എല്ലാം സഹിക്കുവാൻ മനുഷ്യൻ ചെയ്യുന്ന ഓരോ ഹീനപ്രവൃത്തികൾക്കും സഹനം സഹിക്കേണ്ടതായിട്ട് വരുന്ന ഭൂമി നമുക്ക് ഈ പ്രകൃതിയിൽ, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം ഈ ഭൂമിയാണ്. ഈ ഭൂമിയെ മറ്റൊരു ഭൂമി ഇല്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. എവിടെയെങ്കിലും ഉണ്ടാവാം, പക്ഷെ നമുക്ക് ജീവിതമില്ലല്ലോ. നമുക്കിവിടെ ഈ ഭൂമിയിലല്ലേ ജീവിതമുള്ളൂ. നമ്മളെല്ലാവരും കടന്നു പോകേണ്ട മനുഷ്യർ ഈ ഭൂമിയിലെ കൃത്യമായിട്ട് ജീവിച്ച് മറ്റുള്ള തലമുറയ്ക്ക് ജീവിക്കുവാനായിട്ട് അവസരമൊരുക്കി നമ്മൾ കടന്നു പോകേണ്ട മനുഷ്യരാണ് നമ്മളുള്ളത്. പക്ഷേ ഇന്ന് നമുക്ക് കൃഷിക്കാര് നമ്മുടെ ഈ ഭൂമിയെ നിലനിർത്തുവാൻ, ഈ പ്രകൃതിയെ നിലനിർത്തുവാൻ, ജീവനെ നിലനിർത്തുവാൻ കൃഷിക്കാര് ഇല്ല. പരമാവധി കൃഷിക്കാര് വൃദ്ധരായിട്ടുള്ള, അതായത് ഒരു പ്രായം കഴിഞ്ഞവരും മാത്രമാണ് ഇന്ന് കൃഷിക്കാരായിട്ട് മാറുന്നത്. നമ്മുടെ തലമുറയെ നമ്മൾ ഡോക്ടർമാരാക്കുന്നുണ്ട്, എഞ്ചിനീയർമാരാക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ സഹിതം എൻ്റെ മകൻ എഞ്ചിനീയർ ആകണം, എൻ്റെ മകൾ ഡോക്ടറാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അത് തെറ്റാണ് എന്ന് ഞാനിത് ചിന്തിക്കുന്നുണ്ട്. എൻ്റെ മകൾ എൻ്റെ വീട്ടുമുറ്റത്ത് ഓരോ കൃഷിയിടങ്ങളിലും, അതായത് അവള് ഓരോ വൃക്ഷങ്ങൾ വയ്ക്കുമ്പോൾ അവളുടെ പഠിപ്പിനപ്പുറം അവൾ വളരുന്നു എന്നുള്ളത് ഞാൻ നോക്കി കാണുന്നുണ്ട്. അവളുടെ പഠിപ്പിനപ്പുറം അവൾ പ്രകൃതിയെ നിലനിർത്തുവാനായിട്ട് അവരുടെ തൊട്ടടുത്ത ഒരു വൃക്ഷത്തിന്റെ ഒരു കമ്പ് വെട്ടുവാൻ പോയാൽ അവൾ ശഠിക്കും. അമ്മ, വൃക്ഷത്തിനെ മുറിക്കരുത് എന്ന് പറയും. അനേകം ജീവജാലങ്ങൾ അവിടെ പിടഞ്ഞു വീഴും എന്ന് പറയും. അങ്ങനെ എന്നെ അവൾ പഠിപ്പിക്കുമ്പോൾ അവള് പഠനം യഥാർത്ഥമായി എന്ന്